പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ഈ ഒരുപാട് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം 35 ദിവസത്തെ ഇടവേളകൾ, എനിക്ക് 38 ദിവസത്തെ ഇടവേളകൾക്കു ശേഷമാണ് ലൈംഗിക ആരോപണ വിവാദങ്ങളെ തുടർന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് പാലക്കാട്ടേക്ക് എത്തിയത്. അപ്പോൾ അന്തരിച്ച മുൻ KPCC സെക്രട്ടറി PJ പൗലോസിന്റെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ അദ്ദേഹം പാലക്കാട് തന്നെ തുടരുകയായിരുന്നു, ഇപ്പോഴും തുടരുകയാണ്. രാഹുലിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ ജില്ലാ നേതാക്കൾ യാത്ര ചെയ്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. പാലക്കാട്ടെ കോൺഗ്രസിൽ എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലിസ്റ്റിലുള്ളത്, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളിലുള്ളത് എന്ന് അജിത് ബാബുവിനോട് ചോദിക്കാം. അജിത്ത് ഉണ്ട് നമുക്കിപ്പം. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മണ്ഡലത്തിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേതാക്കൾ സ്വീകരിച്ചതും കുറച്ച് കൗതുകകരമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വ്യത്യസ്ത നിലപാട് പറഞ്ഞിരുന്ന പലരും ആ നിലപാടൊക്കെ പാടെ മാറ്റി രാഹുലിനെ ചേർത്തു നിർത്തുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇന്നലെ ഉണ്ടായി. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് MLAയുടെ പരിപാടികൾ, മറ്റ് പ്രതിഷേധ സാഹചര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പാർട്ടിക്കുള്ളിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? അജിത്ത്, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രധാനമായും ഇത്തരത്തിൽ PJ പൗലോസിന്റെ അന്തരിച്ച കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി കൂടിയായിരുന്ന PJ പൗലോസിന്റെ ഇത്തരത്തിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഇവിടെ KPCC പ്രസിഡന്റും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടേക്ക് മണ്ണാർക്കാടേക്ക് അല്പ സമയത്തിന് ശേഷം ഇത്തരത്തിൽ പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായ ഒരു പരിപാടിയുടെ ലിസ്റ്റ് തയ്യാറാക്കിയല്ല രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത്. കാരണം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ പരിപാടികളൊന്നും തീരുമാനിച്ചല്ല പോകുന്നത്. പിന്നെ മാത്രമല്ല, ഇതൊരു ക്ഷേത്രത്തിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള സൂചനയുണ്ട്. ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുത്താലാണ് പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് CPM-ഉം അതേപോലെ തന്നെ DYFഐയും BJPയും യുവമോർച്ചയും എല്ലാം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വകാര്യ പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാവില്ല. പക്ഷേ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ജില്ലാ നേതാക്കൾ രാഹുലിനൊപ്പം സന്ദർശനം നടത്തിയതിൽ സംസ്ഥാനത്ത് തന്നെ ഒരു ഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരിക്കുകയാണ്. കാരണം അതൊരു തെറ്റായ സന്ദേശം നൽകി എന്നുള്ളതാണ് ഈ സംസ്ഥാന നേതൃത്വത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. നേരത്തെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇത്തരത്തിലൊരു ശ്രമം നടത്തി, അതിനെ പാർട്ടി തിരുത്തിയില്ല. രണ്ടാമത് ഈ പാലക്കാട്ടെ കൗൺസിലറായിട്ടുള്ള മൻസൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തനിക്ക് തോന്നിയ ഒരു അഭിപ്രായം കവചം തീർക്കുമെന്ന് പറഞ്ഞു, അതും പാർട്ടി തിരുത്തിയില്ല. പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനെ വീട്ടിൽ പോയി സന്ദർശിച്ചു, അതും പാർട്ടി തിരുത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്നുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു ഭാഗത്തിനുണ്ട്. ഏതാണെങ്കിലും ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും, മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഏതാണെങ്കിലും മണ്ഡലത്തിൽ തുടരുമ്പോൾ പ്രതിഷേധ പരിപാടികൾ തുടരാനാണ് BJPയുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും തീരുമാനം. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുഴുവൻ മണ്ഡലത്തിലുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 3 തവണയാണ് സേതുലക്ഷ്മി ഈ സംഭവങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ രാഹുൽ കണ്ടത്. ഒന്ന് പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ചായിരുന്നു. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ ഓർക്കുന്നുണ്ട്. രാഹുലിന് പറയാനുള്ളത് പറഞ്ഞ് കയറിപ്പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത് കണ്ടത് നിയമസഭയിൽ വന്നപ്പോഴായിരുന്നു. അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താൻ മാധ്യമങ്ങളെ കണ്ടല്ലോ, ഒളിച്ചോടിയില്ലല്ലോ എന്ന് പറഞ്ഞ രാഹുൽ പക്ഷേ തനിക്ക് പറയാനുള്ളത് മാത്രമായിരുന്നു പറഞ്ഞത്. മൂന്നാമത് ഇന്നലെ പാലക്കാട് വൈകിട്ട് MLA ഓഫീസിൽ എത്തിയതിന് ശേഷം രാഹുൽ മാധ്യമങ്ങളെ കണ്ടതായിരുന്നു. അത് 2 മിനിറ്റാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴും ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ആ ഓഡിയോ സംഭാഷണം തൻ്റെതാണോ എന്ന സുപ്രധാനമായ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ ഒരു MLA തയ്യാറായിട്ടില്ല. ഇതിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ MLA ബോർഡ് എടുത്ത വണ്ടിയുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഗതികേട്, അത് കേരളത്തിൽ മുമ്പ് ഒരു MLAക്കും ഉണ്ടായിട്ടില്ലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ അജിത്തെ, ശരി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും മണ്ഡലത്തിൽ തുടരുകയാണ്. അദ്ദേഹം പിന്നെ മാധ്യമങ്ങളോടുള്ള സംസാരമൊക്കെ നമ്മൾ കേട്ടു.
പറയാനുള്ള മാത്രം പറഞ്ഞു പോകുന്നു. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇപ്പോൾ അജിത് പറഞ്ഞതുപോലെ MLA ബോർഡ് ഇല്ലാത്ത വാഹനം, അതിനൊക്കെ പുറമെ മറ്റൊന്ന് ഈ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്, നേതാക്കൾ പലരും മുതിർന്ന നേതാക്കളടക്കം നേരത്തെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാടും ഇന്നലെ രാഹുലിനെ കണ്ടപ്പോൾ, നമ്മൾ ഈ ആശാനെ കാണുമ്പോൾ കവാത്ത മറക്കുമെന്ന് പറയുന്ന പോലെ ഇന്നലെ രാഹുലിനെ കണ്ടപ്പോൾ പലരും ബെന്നി ബെഹനാനൊക്കെ അടക്കം അങ്ങ് സ്നേഹം വാരി ചൊരിയുന്നതാണ്, ചേർത്ത് നിർത്തുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഇവരുടെയൊക്കെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, തങ്കപ്പന്റെ അടക്കം. അപ്പോൾ അത് അവരുടെ പാർട്ടി കാര്യമാണ്, പാർട്ടി വിഷയമാണ്, അതൊരു വെച്ച് നടന്നോട്ടെ. അപ്പോൾ അജിത് ബാബുവാണ് വിവരങ്ങളൊക്കെ നൽകിയത്.